കുറച്ച് നാളുകളായിട്ട് BJP കേരളത്തിൽ ശക്തമായിട്ടുള്ള സമരരംഗത്താണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വാസവൻ മന്ത്രിയുടെ വസതിയിലേക്കും അതോടൊപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ വസതിയിലേക്കും ഒക്കെ നടത്തിയ മാർച്ചുകൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മഹിളകളും യുവാക്കളും പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് മാർച്ചും കേരളത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു. അതിനെ തുടർന്ന് ഈ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വാസവൻ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 30 വർഷത്തെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്ന 24, 25 തീയതികളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുകയാണ്. 24-ാം തീയതി വൈകിട്ട് ആരംഭിക്കുന്ന ഉപരോധം 25-ാം തീയതി പകൽ ഉടനീളം നീണ്ടുപോകും. 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം 24-ാം തീയതി വൈകിട്ട് തുടങ്ങി 25-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉപരോധം. അതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ സംഘടനാ മണ്ഡലങ്ങളിൽ 280 കേന്ദ്രങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ ഈ ശബരിമലയിലെ കൊള്ളയ്ക്കെതിരായിട്ടുള്ള കഴിഞ്ഞ 30 വർഷം UDFും LDFും ചേർന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സായാഹ്ന ധർണയും പൊതുസമ്മേളനങ്ങളും 23-ാം തീയതി മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ നടത്താനും പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു.